പുതുതായി കല്യാണം കഴിക്കുന്നവർക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായി ഗവൺമെന്റ് ഒരു പ്രത്യേക ലോൺ പാസ്സാക്കിയിട്ടുണ്ട്. കല്യാണം കഴിക്കുന്ന ദിനത്തിൽ കിട്ടുന്ന ഈ തുക മാത്രം ലക്ഷ്യമിട്ട് രണ്ട് അപരിചിതർ ഒരു തട്ടിക്കൂട്ട് കല്യാണം നടത്തുന്നു. അവരുടെ ലക്ഷ്യം കല്യാണം കഴിച്ച് സന്തോഷകരമായ ഒരു ജീവിതമേ അല്ല, പകരം ഈ ഒരു തുക മാത്രമാണ്. അങ്ങനെ ഇവർ കല്യാണം കഴിക്കുന്ന സമയം ആ ഒരു പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ഇവരുടെ ഇടയിലേക്ക് വന്നാലോ, ആകപ്പാട ജഗപുക മേളമായിരിക്കും അല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് സംഭവിച്ചത് എന്ന് വളരെ രസകരമായി പറഞ്ഞ 2020 റിലീസായ ആൻഡിങ് അഗൈൻ എന്ന കഥയാണ് കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ തുടങ്ങുന്നത് വളരെ സങ്കടപ്പെട്ട് കരയുന്ന നമ്മുടെ കഥാനായികയായ ഇനിയാങ്ങിനെ കാണിച്ചുകൊണ്ടാണ്. ഇനിയാങ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് നമ്മൾ 8 മാസമല്ല 8 വർഷങ്ങളാണ് പ്രണയിച്ചത്, എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധ്യമാകും, എന്താ അതിന് കാരണം എന്നെല്ലാം തിരക്കുന്നു. അപ്പൊ അവളുടെ ബോയ് ഫ്രണ്ട് അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഒന്നും കൊടുക്കാതെ ജസ്റ്റ് സോറി, ഇനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് മാത്രം അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നടന്ന ഒരു സംഭവമാണ് കാണിക്കുന്നത്. ഇനി അങ്ങ് ഒരു ഫോൺ വന്നതിനെ തുടർന്ന് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നു. ആ സമയത്താണ് അവൾ മനസ്സിലാക്കുന്നത് പെട്ടിൽ അവൾ തനിച്ചല്ല, കൂടെ ആരോ കിടക്കുന്നുണ്ട്. പക്ഷെ കിടക്കുന്ന ആൾ പുറംതിരിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. ആരായിരിക്കും ഇയാൾ എന്ന് അവൾ ഓർക്കുന്ന സമയത്താണ് ഒരു ചെറിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ഇനി അങ്ങ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പാർട്ടി നടത്താനുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ താൻ പാർട്ടിയിൽ പങ്കെടുക്കുന്നില്ല, കുറച്ച് ബിസിയാണെന്ന് പറഞ്ഞ് അവൾ പോകുന്നു. അവൾ അങ്ങനെ വെളിയിലേക്ക് പോകുന്ന സമയം ഫോണിൽ എന്തോ മെസ്സേജ് കണ്ടതിനെ തുടർന്ന് ഡോറിന്റെ അവിടെ തന്നെ മെസ്സേജ് നോക്കി നിൽക്കുകയാണ്. ഈ സമയം വെളിയിലൂടെ വന്ന ഒരാൾ അവൾക്ക് ഡോറ് തുറന്നു കൊടുത്ത് അകത്തേക്ക് കയറി പോകുന്നു. അവൾ അപ്പോഴാണ് ആരോ തനിക്ക് ഡോറ് തുറന്നു തന്നിട്ടാണല്ലോ ഞാൻ വെളിയിലേക്ക് വന്നത് എന്നോർത്ത് പെട്ടെന്ന് തിരിഞ്ഞ് അയാളെ കാണാനായി നോക്കുന്നുണ്ട്. പക്ഷെ അയാൾ നടന്നു പോകുന്നതല്ലാതെ അയാളുടെ മുഖം അവൾക്ക് കാണാൻ സാധിച്ചില്ല. അവൾ പിന്നീട് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്ഥലത്ത് സംസാരിച്ചിരിക്കുകയാണ്. അങ്ങനെ കൂട്ടുകാരുടെ കൂടെ മിണ്ടിയും പറഞ്ഞും ഒരു സ്ഥലത്ത് ഇരുന്ന് സംസാരിക്കുന്ന സമയം അവിടെ ഒരാളെ കൂട്ടുകാർ കമന്റ് അടിക്കുന്നത് ഇവൾ ശ്രദ്ധിക്കുന്നു. കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെയുണ്ട്, എന്തിനു വെറുതെ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് അവൾ കൂട്ടുകാരെ വിലക്കുന്നു. അതിനുശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് ഇനിയങ്ങ് പോകുന്ന സമയം മുന്നേ കൂട്ടുകാർ കളിയാക്കിയ ആളെ തന്നെ പിന്തുടർന്ന് വരുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ഒരു വായി നോക്കിയായിരിക്കും എന്ന് കരുതി അവൾ തിരിഞ്ഞു നിന്ന് അയാളോട് ദേഷ്യപ്പെടാൻ നോക്കുന്ന സമയം ഇവൾ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റപ്പോ ബാഗ് മാറിപ്പോയെന്നുള്ള കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ സമയത്താണ് താൻ ഇയാളെ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് കരുതി അവൾ അയാൾക്കൊരു കോഫി ഓഫർ ചെയ്യുന്നു. അങ്ങനെ കോഫി കുടിച്ച് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ 8 വർഷമായി തനിക്കുണ്ടായിരുന്ന പ്രണയം ബ്രേക്കപ്പ് ആയതിനെ കുറിച്ച് ഇനി അങ്ങ് പറയുന്നുണ്ടെങ്കിലും അയാൾ അതിനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇയാളുടെ പേര് ഡു എന്നാണ്. ഈ കാര്യങ്ങളൊക്കെ ഇനി അങ്ങ് ഓർത്തെടുക്കുമ്പോഴാണ് തൻ്റെ കൂടെ ബെഡിൽ കിടക്കുന്നത് കഴിഞ്ഞ ദിവസം താൻ കണ്ട ഡു ആണെന്നുള്ള കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഡ്രിങ്ക്സ് അടിച്ച് ബോധ്യമില്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി എന്ന് മനസ്സിലാക്കുന്ന അവൾ പെട്ടെന്ന് തന്നെ അയാളെ ഉണർത്താൻ ഒന്നും നിൽക്കാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇനി അങ്ങനെ മനോഹരമായ ലവ് സ്റ്റോറിയാണ്. അവൾക്ക് സ്കൂൾ കാലഘട്ടം മുതലേ ഒരു പ്രണയം ഉണ്ടായിരുന്നു. അതായിരുന്നു അവളുടെ ഫസ്റ്റ് ലവ്. അവൾ പിന്നീട് ലവ് ബ്രേക്കപ്പ് ആയതൊക്കെ കഴിഞ്ഞ് ഒരു പുതിയ വീട് വാങ്ങി അവിടേക്ക് താമസം മാറുന്നു. സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുമ്പോൾ ആ സമയം അവൾ കൂടുതലും കാണുന്ന പ്രണയകാലത്ത് ബോയ് ഫ്രണ്ട് സമ്മാനിച്ച ഗിഫ്റ്റുകളാണ്. അതിൽ പ്രണയിക്കാൻ തുടങ്ങിയ ദിവസം അവനൊരു ലവ് ലെറ്റർ കൊടുത്തിരുന്നു. അവൾ ദേഷ്യം വന്നിട്ട് വലിച്ചു കീറി കളയുന്നു. അങ്ങനെ പിന്നീട് ഒരു വലിയ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നു. മറ്റൊന്നുമല്ല, അവൾ കാശ് മുടക്കി വാങ്ങിയ ഈ ഒരു വീട് അത് യഥാർത്ഥത്തിൽ അവൾക്ക് സ്വന്തമായിട്ടില്ല. ഈ ഒരു വീടിന്റെ യഥാർത്ഥ ഉടമകൾ സ്ഥലത്തില്ലാത്ത സമയം ഏതൊരു ഉഡായിപ്പ് ബ്രോക്കർ അത് ഇവൾക്ക് കച്ചവടം നടത്തുന്ന രീതിയിൽ ഇവളെ പറ്റിച്ചതാണ്. യഥാർത്ഥത്തിൽ ഈ വീട് തനിക്ക് കിട്ടി എന്ന് കരുതി അവൾ കയ്യിലുള്ള കാശ് വീടിനെടുത്ത് മുടക്കുകയും ചെയ്തു. പക്ഷെ നടന്നത് ഒരു തട്ടിപ്പ് കച്ചവടമായതുകൊണ്ട് തന്നെ അവൾക്ക് ഇപ്പോൾ വീടുമില്ല ക്യാഷുമില്ല എന്ന അവസ്ഥയിലായിരുന്നു. ഇതേ സമയം നമ്മുടെ ഡു അവൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് വരികയാണ്. അവൻ അവിടെ നിന്നിട്ട് സ്കോളർഷിപ്പ് നേടി വിദേശത്തേക്ക് പോകാനിരുന്നതായിരുന്നു. പക്ഷെ അതിനിടയിൽ ഒരു പയ്യൻ കയറി ഇവൻ തട്ടിപ്പ് നടത്തിയാണ് സ്കോളർഷിപ്പ് നേടിയത് എന്നൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവന്റെ സ്കോളർഷിപ്പിൽ അവൻ അങ്ങ് വിദേശത്തേക്ക് പോയി. അങ്ങനെ ഡൂവും ആകെ പെട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു സുഹൃത്തുമായി പുതുതായി കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെന്റ് ഒരു ലോൺ നൽകുന്ന കാര്യം ഇനി അങ്ങ് അറിയുന്നത്. ഈ ഒരു കാശ് തനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ
അതുകൊണ്ട് തനിക്ക് വീട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെയധികം ആലോചിച്ച് ഈ ഒരു കോൺട്രാക്ട് മാരേജ് നടത്തിയാലോ എന്ന് തീരുമാനിക്കുകയാണ്. കല്യാണം കഴിച്ച് ഈ ഒരു തുക കൈപ്പറ്റി പിന്നെ അങ്ങ് ഡിവോഴ്സ് ആവുന്ന ടൈപ്പ്. പക്ഷെ ഇതിനോട് യോജിക്കുന്ന ഒരാളെ കണ്ടെത്തണം എന്നതാണ് ഇനി അവളുടെ മുന്നിലുള്ള ടാസ്ക്. എന്തായാലും ഇതിന്റെ ഇടയിൽ അവൾ ജോലി സംബന്ധമായി ഒരു പുതിയ പ്രൊജക്ട് ചെയ്യാനായി ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അയാൾ റൂസി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ്. ഇവളാണെങ്കിൽ ഈ റൂസിന്റെ വലിയൊരു ഫാനോ ആയിരുന്നു. ഇന്ന് വരെ അയാളുടെ ഒരു ഫോട്ടോയോ നേരിൽ കാണുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവൾ വളരെയധികം ആരാധിക്കുന്ന ആർട്ടിസ്റ്റിന്റെ കൂടെ ഒരു പ്രൊജക്ട് ചെയ്യാൻ സാധിച്ചതിൽ വളരെ എക്സൈറ്റ്മെന്റ് ആയിട്ടാണ് ഇനി അങ്ങ് അവിടെ ചെല്ലുന്നതെങ്കിലും അവിടെ എത്തുമ്പോഴാണ് അവൾ അറിയുന്നത് ആ ആർട്ടിസ്റ്റ് മറ്റാരുമല്ല, ഒരു വർഷം മുന്നേ എന്താണ് കാരണം പോലും വ്യക്തമാക്കാതെ തന്നെ ബ്രേക്കപ്പ് ചെയ്തു പോയ തന്റെ പഴയ കാമുകനാണെന്നുള്ളത്. ആ സമയം അവരെ കാണുന്ന അവൾ വല്ലാതെ ഷോക്കാവുന്നു. അവന്റെ മുഖത്തേക്ക് കയ്യിലുണ്ടായിരുന്ന വെള്ളമൊക്കെ എറിയണമെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ജോലി സംബന്ധമായി അവിടെ എത്തിയത് കൊണ്ട് തന്നെ അവൾക്ക് അതെല്ലാം സഹിച്ചേണ്ടി വന്നു. അവളുടെ ഈ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പേര് മിൻ എന്നാണ്. മിനി ഇനി അങ്ങനെ കണ്ടിട്ട് ഷോക്കാവുന്നുണ്ട്. പക്ഷെ അവൻ മുഖത്തൊരു കുറ്റബോധത്തിന്റെ ചിരിയോടെയാണ് അവളെ നോക്കുന്നത്. അവൾ അവനെയും താൻ ഇത്രയും നാൾ ആളറിയാതെ ആരാധിച്ചു കൊണ്ട് നടന്നത് എന്ന് മനസ്സിലാക്കി അവളുടെ ഡെസ്കിൽ വെച്ചിരുന്ന അവന്റെ ആർട്ട് പീസുകളെല്ലാം എടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. അങ്ങനെ പിന്നീട് അവൾക്ക് തീരെ ഇഷ്ടമില്ലാതിരുന്നിട്ട് പോലും അവൾക്ക് മിന്നിന്റെ കൂടെ പ്രൊജക്ട് ചെയ്യേണ്ടി വന്നു. അവൾ കൂടെ വർക്ക് ചെയ്യുന്നു എന്നല്ലാതെ പഴയ പരിചയത്തിന്റെ പേരിൽ അവനെ ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യുന്നിരുന്നില്ല. ഒരിക്കൽ മിന്ന അവളോട് നീ ഓക്കെ അല്ലേ, സുഖമായിരിക്കുന്നില്ലേ എന്ന് വളരെ സിമ്പതിയോടെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്തൊരു ദേഷ്യമാണ് വരുന്നത്. തന്റെ കണ്ണുനീരിന് ഉത്തരവാദി തന്നോട് സിമ്പതി കാണിക്കുന്നു എന്ന ചിന്ത. ഇവൾ ഈ മിന്നിന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത് എന്ന കാര്യം ഡു അറിയുന്നു. ഇതേ സമയം കോൺട്രാക്റ്റിൽ തനിക്കൊരു ഹസ്ബൻഡിനെ വേണമെന്നുള്ള കാര്യം പോസ്റ്ററായി ഒട്ടിച്ചു വെച്ചിരുന്നു. ആ ഒരു പോസ്റ്റർ കുറെ പയ്യന്മാർ കാണുന്നു. ആ കൂട്ടത്തിൽ ഡുവും കാണുന്നുണ്ട്. ഡു ഇത് കണ്ടപാടെ ഇനിന്റെ അടുത്തേക്ക് ചെന്നിട്ട് കല്യാണം കഴിക്കാം എന്ന് പറയുന്നു. അവൾ ഇയാളെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് നോക്കുമ്പോഴാണ് അവൻ ആ പോസ്റ്റർ കണ്ട കാര്യം പറയുന്നത്. അവൻ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുമ്പോൾ അവൾ പറയാണ് ഷുവർ അല്ലേ, ഇത് വെറും കോൺട്രാക്ട് മാനേജ് ആണ്, അത് കഴിഞ്ഞ് നമ്മൾ ലീഗലി വേർപിരിയുന്നതാകും എന്നെല്ലാം ഓർമ്മിപ്പിക്കുമ്പോൾ അതിലെല്ലാം തനിക്ക് സമ്മതമാണെന്ന് അവൻ പറയുന്നു. ഈ സമയത്ത് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ആ ഫ്ലാഷ് ബാക്കിൽ ബ്രേക്കപ്പ് ആകാൻ നേരം ഒരുപാട് തവണ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ 8 വർഷത്തെ പ്രണയബന്ധം വേണ്ടാന്ന് വെക്കാൻ പോകുന്നതെന്ന് ഇനി അങ്ങ് പല തവണ മിന്നിനോട് തിരക്കുമ്പോൾ അവൻ പറയുന്നത് വിദേശത്തേക്ക് പഠിക്കാൻ അവനൊരു ചാൻസ് കിട്ടി, അതിന് പോവുകയാണ് എന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾ വിദേശ പഠനം 1 വർഷമല്ലേ ഉള്ളൂ, ആ 1 വർഷത്തിന് വേണ്ടി എന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് തിരക്കുന്നു. ഇനി പഠിക്കുന്ന സമയം ഞാൻ ഒരു ഡിസ്റ്റർബൻസ് ആകാതിരിക്കാൻ ആണെങ്കിൽ ഞാൻ 1 വർഷം കോണ്ടാക്ട് ചെയ്യാതിരിക്കാം, ഞാൻ ഇവിടെ ഇങ്ങനെ കാത്തിരുന്നോളാം എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. തന്നെ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് 1 വർഷം വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന്റെ പേരിൽ ഇവൻ തന്നെ ജീവിതകാലം മുഴുവൻ ഒഴിവാക്കാൻ നോക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. പക്ഷെ ഇങ്ങനെ ബ്രേക്കപ്പ് ആകുന്നതിന് മുന്നേ അവർ വളരെ വളരെ ക്ലോസ് ആയിരുന്നു. 20ാമത്തെ ബർത്ത്ഡേ ഒക്കെ ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിച്ചാണ് ഇവർ ആഘോഷിച്ചത്. ആ കാര്യങ്ങളൊക്കെ ബ്രേക്കപ്പ് ആകുന്ന സമയം ഇനി അങ്ങ് ഓർക്കുന്നു. അങ്ങനെ അവർ ലോൺ അപ്ലൈ ചെയ്യാനായി അവർ കല്യാണം കഴിക്കുന്നു. കല്യാണത്തിന്റെ ഭാഗമായി ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നു. അതിനുശേഷം താമസിക്കാനായി ഒരു വീട് കണ്ടെത്തുന്നു. 2 പേർക്കും തനിയെ 2 റൂമുകളായി താമസിക്കാൻ പാകത്തിന് സൗകര്യമുള്ള ഒരു വീടാണ് കണ്ടെത്തുന്നത്. 2 പേരും അവരവരുടെ സാധനങ്ങൾ അവരവരുടെ മുറിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാനായി തുടങ്ങുന്നു. ഡു അവന്റെ സാധനങ്ങൾ അറേഞ്ച് ചെയ്തതിന്റെ ഇടയിൽ ഇനി അങ്ങനെ അടിവസ്ത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ബാഗ് തന്റെ പെട്ടിയുടെ കൂടെ ഇവിടെ വന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നു. അവൻ പെട്ടെന്ന് ടെൻഷനാകുന്നു. അതിനുശേഷം മുറുക്കി വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഹോള് നിറയെ അവൾ അവളുടെ സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കാനായി വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ് കാണുന്നത്. ഫ്രിഡ്ജ് തുറക്കുമ്പോഴോ അവൾക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ബാത്റൂമിലേക്ക് ചെന്നാൽ അവന്റെ ഒരു ബ്രഷും പേസ്റ്റും വെക്കാൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ അവളുടെ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചിരിക്കുന്നു. അവന് വല്ലാതെ ടെൻഷനാകുന്നു. അവൻ വേഗം തന്നെ അവളെ വിളിച്ച് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, നമുക്ക് ചില എഗ്രിമെന്റുകൾ എഴുതാമെന്ന് പറഞ്ഞ് 2 പേരും ഇരുന്ന് അവരവരുടെ കണ്ടീഷനുകൾ എഴുതുന്നു. പേഴ്സണലായിട്ട് സ്പേസ് വേണം, ഒരാളുടെ സാധനം മറ്റൊരാൾ എടുക്കാൻ പാടില്ല എന്നിങ്ങനെ എഴുതി തുടങ്ങുന്ന എഗ്രിമെന്റ് ലാസ്റ്റ് അറിഞ്ഞോ അറിയാതെയോ പോലും നമ്മൾ തമ്മിൽ പ്രണയം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അവസാനിക്കുന്നത്. അങ്ങനെ അതിൽ 2 പേരും സൈൻ ചെയ്യുന്നു.
പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഹാപ്പിയാണ് ഇനിയങ്ങ്. ഓഫീസിൽ പ്രൊജക്റ്റിനുമായി മിന്നിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഗ്ലൂമി ആയിട്ടാണ് അവൾ എന്നും നിൽക്കാറുള്ളത്. പക്ഷേ ഇന്ന് അവൾ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്ന് തോന്നിയ മിൻ ജോലി കഴിഞ്ഞ് ഇനിയങ്ങിനോട് പോവാൻ നിൽക്കുമ്പോൾ അവളുടെ പേര് വിളിച്ച് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. അവളാണെങ്കിൽ ദേഷ്യപ്പെടാതെ വളരെ കൂളായി എന്താണെന്ന് അവനോട് തിരക്കുന്നു. മിൻ ഇനിയങ്ങിനോട് പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ ഞാനിവിടെ ജോലി സംബന്ധമായിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്നോട് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നു. മിന്നിന്റെ മുഖത്ത് നോക്കി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരെണ്ണം സംസാരിക്കാൻ പറ്റിയത് സന്തോഷത്തിൽ അന്ന് അവൾ ഡൂവിന് പാർട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അടുത്ത ദിവസം വളരെ ധൃതിയിൽ അവൾ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ ഇടയിൽ വൈകുന്നേരം വരാൻ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയണേ എന്ന് പറഞ്ഞ് നമ്പറും കൊടുക്കുന്നു. അങ്ങനെ ആദ്യമായി ഫോൺ നമ്പറും പരസ്പരം കൈമാറുന്നു. അടുത്തതായി ജോലിയുടെ ഭാഗമായി ആർട്ടിസ്റ്റായ മിന്നിനെ ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണ് ഇനിയങ്ങനെ. ആ സമയം ഇവന്റെ എക്സിബിഷനെ പറ്റി ചോദിക്കുമ്പോൾ എല്ലാ പീസസും റിവീൽ ചെയ്യാതെയാണ് ഞാൻ എക്സിബിഷൻ നടത്താറുള്ളത്. അതിന് കാരണം അതൊക്കെ സ്പെഷ്യലായി ഒരാൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. അവൻ പറയുന്നു. ഈ സമയം അവൾ ഒരു വർഷം നിങ്ങൾ ഫോറിനിൽ പോയിരുന്നില്ലേ, ആ സമയത്ത് നന്നായി എൻജോയ് ചെയ്തിരുന്നു എന്നെല്ലാം ഒരുമാതിരി കുത്തി ചോദിക്കുമ്പോൾ അവൻ അല്പനേരം മൗനം പാലിച്ച ശേഷം ഇല്ല എന്ന് വളരെ സങ്കടത്തോടെ പറയുന്നു. അന്നവൾ ഇവരുടെ പ്രണയം അറിയാവുന്ന ഒരു കൂട്ടുകാരിയോട് ഏറെ നേരം ഇതിനെപ്പറ്റി സംസാരിച്ച് ഡ്രിങ്ക്സ് അടിച്ച് തിരിച്ച് താമസ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവൾ കള്ള് കുടിച്ച് ലക്കിട്ടാണ് വരുന്നതെന്ന് ഡൂവിന് മനസ്സിലാവുന്നു. പക്ഷെ ഇവൾ റെസ്റ്റ് എടുക്കാൻ നിൽക്കാതെ വേഗം പോയി പാത്രം കഴുകാൻ പോവുകയാണ്. ഇവൾ മിക്കവാറും ഇപ്പം മറിഞ്ഞടിച്ച് വീഴുമെന്ന് തോന്നുന്ന ഡൂ അവളുടെ അടുത്ത് ചെന്ന് ഒരു വിരൽ കൊണ്ട് അവൾ തൻ്റെ ദേഹത്തേക്ക് വീഴാതിരിക്കാൻ സപ്പോർട്ട് കൊടുക്കുന്നത് നിൽക്കുന്നു. പക്ഷെ അവൾ അല്പം കഴിഞ്ഞ് അവന്റെ ദേഹത്തേക്ക് തന്നെ വീഴുന്നു. അടുത്ത ദിവസം ജോലിക്കായി അവൾ ചെല്ലുന്ന സമയം മിൻ ആകപ്പാടെ വിയർത്ത് വല്ലാതെ വയ്യാതിരിക്കുകയാണ് എന്ന് അവൾ ശ്രദ്ധിക്കുന്നു. ഇവനോട് നല്ല ദേഷ്യമുണ്ടെങ്കിലും ഇവൻ പെട്ടെന്ന് ഇങ്ങനെ വയ്യാതിരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് വല്ലാണ്ട് സങ്കടം തോന്നുന്നു. അവൻ്റെ അടുത്ത് ചെന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് സംസാരിച്ച സമയം അവൻ നിന്നെ ഞാൻ വിട്ടിട്ട് പോയത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. സത്യത്തിൽ നിന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടാണ് നീ എനിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് എനിക്ക് മനസ്സിലായത്. ക്ഷമ ചോദിക്കാൻ അർഹതയുണ്ടോ എന്നറിയില്ല, എങ്കിലും സോറി എന്നവൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഇൻ വളരെ മൂഡ് ഓഫ് ആകുന്നു. അവൾ അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് വളരെ അപ്സെറ്റ് ആയിട്ടാണ്. ഞാൻ ഭയങ്കര ടയേർഡാണെന്ന് പറഞ്ഞ് അവൾ ഡൂവിനോട് സംസാരിക്കാൻ നിൽക്കാതെ മുറിയിൽ കയറി കതവടയ്ക്കുന്നു. ഇവക്കെന്തോ വലിയ സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയ ഡൂ അവളുടെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുന്നു. തുടർന്ന് അവൾ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് പൊട്ടിക്കരയാണ്. ഡൂ അവളോട് കൂടുതലൊന്നും സംസാരിക്കാതെ അവളുടെ മൂഡ് മാറ്റാനായി വെളിയിലേക്ക് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകുന്നു. യഥാർത്ഥത്തിൽ ഡൂവിന് കിട്ടേണ്ട സ്കോളർഷിപ്പ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് വിദേശത്തേക്ക് പോയ ആൾ മറ്റാരുമല്ല, അത് മിന്നാണ്. മിന്നിനോട് പക വീട്ടാനാണ്. അവന്റെ ഗേൾഫ്രണ്ട് ആണ് ഇനി എന്നറിഞ്ഞ് അവൾ ഇങ്ങനെ ഒരു കോൺട്രാക്ട് കല്യാണത്തിന് പരസ്യം കൊടുത്തതും കൂടി കണ്ട് ഈ ഒരു കല്യാണത്തിനായി സമ്മതിച്ച് ഡൂ ഇവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. തന്റെ കയ്യിൽ നിന്ന് സ്കോളർഷിപ്പ് തട്ടിയെടുത്ത മിന്നിനെ അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെയും കൂടി കിട്ടണ്ടേ എന്ന് ഡൂ കരുതുന്നു. ആദ്യം ഈ ഒരു റിവെഞ്ചിനെ പേരിലാണ് ഈ ഒരു കോണ്ടാക്ട് മാരേജിന് സമ്മതിച്ചെങ്കിലും പതിയെ ഇപ്പോൾ താൻ ഇനി അങ്ങനെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ടോ, യഥാർത്ഥത്തിൽ അവളെ പ്രണയിക്കാൻ തുടങ്ങിയോ എന്നെല്ലാം ഡൂവിന് സംശയം തോന്നുന്നു. അടുത്ത ദിവസം ഓഫീസിൽ എത്തുമ്പോൾ ലഞ്ചിന് മിൻ ഇനി അങ്ങനെ ക്ഷണിക്കുന്നു. അവളും പോകുന്നു. ഫുഡ് കഴിക്കുന്ന സമയം അവൻ തന്റെ കൂടെ ഡിന്നറിന് വരുന്നോ എന്ന് ചോദിക്കുന്നു. അവൾ ആ സമയത്ത് എസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി അവൾ പതിവായി വീട്ടിലെത്തുന്ന സമയമായിട്ടും എത്താത്തതിനെ തുടർന്ന് ഡു വളരെ ടെൻഷൻ ആവുന്നു. ഇവൾ ഇതെവിടെ പോയി? അവൻ മെസ്സേജ് അയക്കാനായി ടൈപ്പ് ചെയ്യുന്നു. ഒടുക്കം അത് വേണ്ടെന്ന് വെച്ച് ഡിലീറ്റ് അടിച്ച് നേരെ കുടയും എടുത്തുകൊണ്ട് അവളോട് ഓഫീസിലേക്ക് അവിടെ ചെല്ലുകയാണ്. മായ വരുന്നത് പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുടയെ എടുത്ത് വന്നത് എന്നവൻ ചുമ്മാ എക്സ്ക്യൂസും പറയുന്നു. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയം ഇനി അങ്ങനെ ഒരു കൊളീഗ് ഇതാരാ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്ത് പറയണമെന്നറിയാതെ മിഴിച്ചു നിൽക്കുമ്പോൾ മിൻ വരുന്നത് കാണുന്നു. മിന്നിനെ കണ്ടപാട് അതെ ഇതെൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് അവൾ ഡൂവിൻ്റെ കയ്യിൽ പിടിക്കുമ്പോൾ അവൻ ഞാൻ നിൻ്റെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഞാൻ നിൻ്റെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കൈ ഒന്നും കൂടെ മുറുക്കെ പിടിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ഒരു ഹൗസ് വാമിംഗ് പാർട്ടി വെക്കുന്നുണ്ട്, എല്ലാവരും വരണം എന്ന് പറഞ്ഞ് പ്രത്യേകം മിന്നിനെ ഡൂ ക്ഷണിക്കുകയാണ്. ആ സമയത്തൊന്നും പറഞ്ഞില്ലെങ്കിലും തിരിച്ച് താമസ സ്ഥലത്ത് എത്തിയപ്പോൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇനി അങ്ങ് ഡൂവിനോട് തട്ടിക്കയറുന്നു. എന്തായാലും പറഞ്ഞു പോയി, അതുകൊണ്ട് ഇനി പാർട്ടി നടത്താനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു, പക്ഷെ ഇവരുടെ റൂം മാത്രം അറേഞ്ച് ചെയ്തിട്ടില്ല.
കപ്പിൾ താമസിക്കുന്ന വീട് പോലെ അല്ലല്ലോ ഇത്, 2 സെപ്പറേറ്റ് മുറികളല്ലേ താമസം. അതുകൊണ്ട് വരുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാനായി ഇവരൊരു ഒന്നിച്ച് താമസിക്കുന്ന പോലെ മുറി അറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ബെഡൊക്കെ വിരിച്ച് അതിൽ ക്ഷീണിച്ച് കിടക്കുന്ന സമയം നമ്മൾ ഇപ്പോൾ ചെയ്തത് കണ്ട യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചവരെ പോലെയില്ലേ എന്നവർ സംസാരിക്കുന്നു. ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കപ്പിൾസ് ഇടുന്ന പോലെ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് മിൻ വരാനായി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ മിന്നും ഓഫീസിലെ ആ കൊളീഗും ഇനി അങ്ങനെ ഒരു ഫ്രണ്ട് വരുന്നു. ഇവർ ഡ്രിങ്ക്സൊക്കെ അടിച്ച് ഫുഡൊക്കെ കഴിച്ച് ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കാൻ നിൽക്കുകയാണ്. സത്യം പറയണം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് അടിക്കണം, ഇതാണ് ഗെയിം. ആ ഗെയിമിൽ മിന്നിൻ്റെ ടേൺ വരുമ്പോൾ അവന് കിട്ടുന്ന ചോദ്യം എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നാണ്. അവൻ ഇനി അങ്ങനെ നോക്കി ഒരാളേ ഉള്ളൂ എന്ന് പറയുന്നു. അടുത്തതായി ഇനി അങ്ങനെ ടേൺ വരുമ്പോൾ നീ വളരെ ഹാപ്പിയാണോ എന്ന് മിൻ തിരക്കുന്നു. അതെ എന്ന് ഇനിയാങ് പറയുന്നു. അടുത്തായി ഡൂവിൻ്റെ ടേൺ വരുമ്പോൾ ഇനിയാങ്ങിൽ എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് എന്ന ചോദ്യമാണ് വരുന്നത്. ഇവനാണെങ്കിൽ എന്ന് പറയണമെന്നും അറിയാതെ മിഴിച്ച് നിൽക്കുകയാണ്. ഇനിയാങ് ഉടനെ ഒരു ഡ്രിങ്ക് എടുത്തിട്ട് ഡു അതൊക്കെ എങ്ങനെയാ പബ്ലിക്കായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞ് ഒരു തമാശയ്ക്ക് കമൻറ്റ് പാസ്സാക്കി അവൻ ഡ്രിങ്ക്സ് കുടിക്കില്ല എന്ന് പറഞ്ഞു. ആ ഡ്രിങ്ക്സ് എടുത്ത് അവൾ അങ്ങ് കുടിക്കുന്നു. ഇതിനിടയിൽ മിന്നിനെ യഥാർത്ഥത്തിൽ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന കോൺട്രാക്ട് മാരേജ് ആണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അടുത്തതായി അവൾക്ക് നേരെ ഡ്രിങ്ക്സ് നീട്ടിയിട്ട് സത്യസന്ധമായി പറയണം, നിങ്ങൾ യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചവരാണോ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഇനിയാങ്ക് വീണ്ടും ഉത്തരം മുട്ടിയിരിക്കുകയാണ്. ഈ സമയം ഡു ഇനിയാങ്ങിനെ ഒരു ഉമ്മ കൊടുത്തിട്ട് എന്താ ഇപ്പോൾ വിശ്വാസമായോ എന്ന് മിന്നിനോട് ചോദിക്കുന്നു. ഈ സമയം മിന്നിന് വല്ലാതെ ദേഷ്യം വരുന്നു. എന്തായാലും പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞ് ഡ്രിങ്ക്സ് അടിച്ചത് കൊണ്ട് തന്നെ ഫിറ്റായ അങ്ങനെ ബെഡിൽ ഡ്യൂ കൊണ്ടുപോയി കിടത്തി അവൻ പോവാൻ ഒരുങ്ങുമ്പോൾ അവൾ അവൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അവൾ ഡ്രിങ്ക് അടിച്ച് നല്ല ഫിറ്റാണ് എന്നറിയാവുന്ന അവൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് 8 വർഷമുണ്ടായിരുന്ന മിന്നിൻ്റെ ഇനിയാങ്ങിൻ്റെയും പ്രണയബന്ധം പതിയെ പതിയെ മിന്നിൻ്റെ മനസ്സിൽ നിന്ന് അതിൻ്റെ ഒരളവ് കുറഞ്ഞു വരുന്നത് എങ്ങനെയാണെന്നാണ്. ആദ്യമൊക്കെ ഇവളുടെ കൈ മാത്രം പിടിച്ച് റോഡിലൂടെ നടത്തിയിരുന്ന അവൻ പിന്നെ അതിന് താല്പര്യപ്പെടാതെയായി. ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇവൾക്ക് എന്തു വേണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നതിന് മുന്നേ വാങ്ങിക്കൊടുക്കുന്ന ഇവൻ പിന്നീട് അവൾ വേണമെങ്കിൽ ഷോപ്പിംഗ് ചെയ്യട്ടെ എന്ന മട്ടിലായി. അങ്ങനെയാണ് ഇവർക്കിടയിലെ പ്രണയം മിന്നിന് കുറഞ്ഞു വന്നത്. എന്തായാലും ഈ ഒരു ഫ്ലാഷ് ബാക്ക് കാണിച്ച് അടുത്ത ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉടനെ അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവനോട് സംസാരിക്കാൻ നാണിച്ച് അവൻ ഉണരുന്നതിന് മുന്നേ ഓഫീസിലേക്ക് ഒരുങ്ങിപ്പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഡു ഉണർന്നു കിടക്കുകയായിരുന്നു. അവനും അവളോട് മിണ്ടാനുള്ള മടിക്ക് ഉറങ്ങുന്നത് പോലെ കിടന്നതാണ്. അവനെങ്കിലും ഇങ്ങനെ മിണ്ടാതിരുന്നത് ശരിയാവില്ല എന്ന് കരുതി വീട്ടിലെ സാധനങ്ങൾ തീർന്നു, വൈകിട്ട് ഒന്നിച്ച് ഷോപ്പിങ്ങിന് പോയാലോ എന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഈ മെസ്സേജ് ഓഫീസിലിരുന്ന് കാണുന്ന ഇനിയങ്ങ് മുഖത്തൊരു ചിരി വരുന്നു. അത് മിൻ ദേഷ്യത്തോടെ നോക്കുന്നു. അന്ന് വൈകിട്ട് ഷോപ്പിങ്ങിന് ഒന്നിച്ചു പോയി തിരിച്ച് വീട്ടിൽ വന്ന് ഒന്നിച്ച് ഭക്ഷണം പാചകം ചെയ്ത് കഴിച്ച് ഡിഷൊക്കെ വാഷ് ചെയ്തതിന് ശേഷം ഇടയിൽ കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ സംസാരിക്കാനായി ഇനിയങ്ങ് ഒരുങ്ങുന്നതും ഡു ഒഴിഞ്ഞു മാറുന്നു. പക്ഷെ അവൾക്കത് പറയാതെ ഇരുന്ന ഉറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവൾ അത് പറയാനായി റെഡിയാകുന്നു. പക്ഷെ അവനെ കാണുമ്പോൾ അത് പറയാൻ സാധിക്കാതെ അവൾ മടിച്ച് കിടക്കാനായി പോകുമ്പോൾ അവൻ അവളോട് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അവൾ അതെ എന്ന് പറയുന്നു. അവൻ വേഗം അവളെ പോയി കിസ് ചെയ്യുന്നു. ഇന്ന് രാത്രി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും പറഞ്ഞ് അവൻ യഥാർത്ഥത്തിൽ റിവെഞ്ചിനു വേണ്ടിയാണ് ഇവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചെന്ന് എന്ന കാര്യം പറയാനായി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവന് പറയാൻ സാധിക്കുന്നില്ല. പക്ഷെ അത് പറയാതെ അവന് യാതൊരു സൗകര്യവുമില്ല. അടുത്ത ദിവസം തന്നെ ഈ ഒരു കാര്യം ഇനി അങ്ങനോട് വെളിപ്പെടുത്തണമെന്ന് ഡു കരുതുന്നു. എന്നാൽ അവൻ ഉണക്കമുണുന്നതിന് മുന്നേ അവൾ എക്സിബിഷന്റെ കാര്യത്തിൽ തിരക്കായത് കൊണ്ട് പുറപ്പെടുന്നു. അങ്ങനെ എക്സിബിഷൻ അടുത്ത ദിവസം നടത്തുന്നതിന് മുന്നേ എക്സിബിഷന്റെ ഒരു പ്രീവ്യൂ ഇനിയാങ്ങിന് വേണ്ടി മിൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന അവൾക്ക് മനസ്സിലാകുന്നത് ഇതിൽ ഓരോ ആർട്ട് വർക്കും ഇവരുടെ റിലേഷൻ എങ്ങനെയാണ് ആദ്യം കണ്ടുമുട്ടിയത്, തുടങ്ങിയത്, അതെങ്ങനെ പുരോഗമിച്ചു, പിന്നീട് എങ്ങനെ ബ്രേക്കപ്പ് വരെ എന്നെത്തി എന്നെല്ലാം സൂചിപ്പിക്കുന്നതാണെന്ന്. പക്ഷേ ഇതിൽ ബ്രേക്കപ്പ് പ്രഖ്യാപിച്ച് പോയ ശേഷം മിൻ തിരിച്ചു വന്ന് വീണ്ടും ഇവളുമായി ഒന്നു ചേരുന്നതാണ് ഉള്ളത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ലല്ലോ.
ആ ഒരു വ്യത്യാസം മാത്രമേ അതിലുള്ളൂ. ഇത് കാണുന്നവർ വളരെയധികം ഇമോഷൻ ആകുന്നു. ഇതേ സമയം തന്നോടുള്ള റിവെഞ്ചിനാണ് ഡു ഇനി അങ്ങനെ കല്യാണം കഴിച്ചത് എന്ന കാര്യം മിന്നു മനസ്സിലാക്കുന്നു. ഇതേ ടൈമിൽ തന്നെ ഡു ആ ഒരു റിവെഞ്ചിനെ പറ്റി ഇനിയാങ്ങിനോട് വെളിപ്പെടുത്താനായി അവളെ കാണാനായി പുറപ്പെടുന്നു. പിന്നീട് മിൻ ഇനിയാങ്ങിനോട് നിങ്ങളുടെ കോണ്ടാക്ട് മാരേജ് ആണെന്ന് എനിക്കറിയാം, നിനക്ക് വീണ്ടും എന്നെ പ്രണയിച്ചൂടെ എന്ന് ചോദിക്കുന്നു. അത് കേൾക്കുന്ന ഇനിയാങ് ഞങ്ങളുടേത് കോണ്ടാക്ട് മാരേജ് ആണ്, എങ്കിലും എനിക്ക് ഡൂനെ ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മീൻ അവനൊരു പക്ഷേ നിന്നെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, അവൻ നിന്നെ പറ്റിക്കുകയാണ് എന്ന് പറയുന്നു. ഇവനെന്താ ഇങ്ങനെ പറയുന്നത് മനസ്സിലാവാതെ ഇനി അങ്ങ് നിൽക്കുന്ന സമയം ഡു എത്തി അവൾ അവിടെ നിന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു. അവൾ എന്താ മിൻ പറഞ്ഞതിനർത്ഥം, എങ്ങനെയാ പറ്റിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പം അവൻ മിൻ പറഞ്ഞതുപോലെ മിൻ തന്നെ പറ്റിച്ചതിൻ്റെ പ്രതികാരത്തിൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് എന്ന് പറയുന്നു. പക്ഷെ ബാക്കി അവൻ പറയാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവൾ അതിന് അവസരം കൊടുക്കാതെ അവനോട് പിണങ്ങി നമ്മുടെ കോൺട്രാക്റ്റ് അവസാനിച്ചു, ഇനി എൻ്റെ മുന്നിൽ വരരുത് എന്ന് പറഞ്ഞു പോവുകയാണ്. ഈ സമയം ഡൂവും മിന്നും അവരവരുടെ തെറ്റെടുത്ത് വല്ലാതെ സങ്കടപ്പെടുന്നു. ഇനി അങ്ങ് തിരിച്ച് വീട്ടിൽ പോയ ഡൂവിനെ കാണേണ്ടി വരുമെന്ന് കരുതി അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. താൻ ഉള്ളത് കൊണ്ടാണ് ഇനി അങ്ങ് വരാത്തത് എന്ന് മനസ്സിലാക്കി ഡൂ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, നീ വന്ന് സാധനങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞ് അവൾക്കൊരു മെസ്സേജ് അയക്കുന്നു. ആ മെസ്സേജ് കിട്ടിയപാടെ അവൾ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ മുഴുവൻ അവൻ്റെ ഓർമ്മകളാണ് അവൾക്ക് വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഇവളുടെ ആ ഒരു കോൺട്രാക്ട് ലെറ്റർ നോക്കുന്ന സമയത്ത് അതിൽ പ്രണയിക്കാൻ പാടില്ല എന്ന് എഴുതിയെടുത്ത് അവൻ അത് വെട്ടി സോറി ഞാൻ അറിയാതെ നിന്നെ പ്രണയിച്ചു പോയെന്ന് എഴുതിയിരിക്കുന്നു. അത് കാണുന്ന അവൾക്ക് വല്ലാണ്ട് സങ്കടമാവുന്നു. അവൾ വേഗം തന്നെ ഡൂവിനെ തപ്പിയിറങ്ങുന്നു. അവനെ കാണുന്ന അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവൻ സോറി ചോദിക്കുന്നതിന് മുന്നേ കെട്ടിപ്പിടിക്കുകയാണ്. അവൻ സോറി, ഇത് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അവൾ നമ്മുടെ കോൺട്രാക്റ്റ് ക്യാൻസലാക്കി ചെയ്ത് നമ്മുടെ യഥാർത്ഥത്തിൽ പ്രണയിക്കാം എന്ന് അവനോട് പറയുന്നു. അങ്ങനെ പിന്നീട് അതേ വീട്ടിൽ ഇവർ വളരെ ഹാപ്പിയായി ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ സന്തോഷമായി ജീവിക്കുകയാണ്. ഈ സമയം ഇനി അങ്ങനെ ഒരു വോയിസ് ഓവർ കേൾക്കാം. എത്ര നാൾ പ്രണയിച്ചു എന്നതല്ല, എങ്ങനെ പ്രണയിച്ചു എന്നതിലാണ് പ്രധാനമുള്ള കാര്യം. മിന്നിൻ്റെ ആർട്ടിലെ പ്രണയം അവൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ആർട്ടിൽ മാത്രം ഞാനും അവനും ഒന്നിച്ചതുപോലെ ഇരിക്കട്ടെ, അതായിരിക്കും നല്ലതെന്ന് അവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഈ ഒരു കഥയും അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.